എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഒരുപാട് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരാളെ കണ്ടു പേടിക്കുന്നതും അതേപോലെ നമുക്ക് ഒരാളെ പേടി തോന്നുന്നതൊക്കെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണല്ലേ. സോ ആ സിറ്റുവേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ പേടി എന്നുള്ളതിന് പല വേർഡ്സും കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. എനിക്ക് നിന്നെ പേടിയാണ്. ഇപ്പോൾ ഒരാളോട് നമുക്ക് പേടി തോന്നുക, എനിക്ക് നിന്നെ പേടിയാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. I am scared of you. എനിക്ക് നിന്നെ പേടിയാണ് എന്നാണെങ്കിൽ ഐ ആം സ്കെയർഡ് ഓഫ് യു എന്ന് പറയാം. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് ഐ ആം സ്കെയർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പേടിച്ചിട്ടാണ് ഉള്ളത് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ ഒരു സെൻറ്റൻസ് ആണിത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഞാൻ പരിഭ്രമിച്ചു. ഓക്കെ, ഞാൻ പരിഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ, അത്രയും പേടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ആ പേടി എന്നുള്ളത് ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ പരിഭ്രമിച്ചു. ഐ ആം terrified. Okay, TERRIFIED. ഓക്കെ, ടെറിഫൈഡ്. അപ്പോൾ സെയിം മീനിങ് ആണ്. സ്കെയർഡ് ആയാലും ടെറിഫൈഡ് ആയാലും ഒക്കെ പേടി തന്നെയാണ് അവർ മീൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പേടിച്ച് വിരണ്ടുപോയി. അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു കാര്യം കാണുന്ന സമയത്ത്, ഇപ്പോൾ പ്രേതത്തിനെ കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ നമ്മളെ മുന്നിലേക്ക് വന്ന് പെടുക, അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊന്ന് ഞെട്ടിപ്പോകാറുണ്ട്. സോ ആ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. ഞാൻ പേടിച്ച് വിരണ്ടുപോയി. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് ഞെട്ടിപ്പോയതാണ് കേട്ടോ. സോ ഞാൻ പേടിച്ച് വിരണ്ടുപോയി എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം. ഐ ആം ഫ്രൈറ്റൻഡ്. ഓക്കെ, സോ ഏതൊക്കെ വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്? സ്കെയർഡ് എന്ന് യൂസ് ചെയ്തു, ടെറിഫൈഡ് ആൻഡ് ഫ്രൈറ്റൻഡ്. രണ്ടും ഈ സെൻറ്റൻസസ്, ഈ 3 വേർഡ്സും പേടി എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. സോ ടെറിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പേടിയാണ്, ബട്ട് എന്ത് ചെയ്യും എന്നറിയാത്ത ടെൻഷൻ ആയിട്ടുള്ള ആ ഒരു പേടിക്കാണ് നമ്മൾ ടെറിഫൈഡ് എന്ന് പറയുന്നത്. ഇനി ഫ്രൈറ്റൻഡ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോയിങ് ആയിട്ടുള്ള ആ ഒരു പേടി, അതിനാണ് നമ്മൾ ഫ്രൈറ്റൻഡ് എന്ന് പറയാം. ഇനി നമ്മൾ ഭയങ്കര പേടിച്ചിട്ടാണുള്ളത് എന്നാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സ്കെയർഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ സെയിം മീനിങ് വരുന്ന വേറൊരു സെൻറ്റൻസ് നിങ്ങൾ ഫ്രെയിം ചെയ്യുക. ഇപ്പോൾ ഈ വേർഡ്സ് ഒന്നും അല്ലാതെ വേറെയും ഒരുപാട് ഈ പേടിക്ക് ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷിലുണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ.